നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലെ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി. ആം ആദ്മിക്ക് അധികാര നഷ്ടമുണ്ടായതിനപ്പുറത്തേക്ക് പാർട്ടിയെ തളർത്തുന്നതാണ് കെജ്രിവാളിന്റെ തോൽവി. മദ്യനയ അഴിമതിയിൽ ജയിലിലായതോടെ കെജ്രിവാളിന്റെ ഇമേജ് ഇടിഞ്ഞുവെന്നത് വ്യക്തമാണ്. ഇതിനൊപ്പം ഔദ്യോഗിക വസതിയിലെ മോടി കൂട്ടലും വിനയായി. കെജ്രിവാളിനെ പിടിച്ചുകെട്ടാൻ ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കങ്ങൾ സംഘപരിവാർ നടത്തിയിരുന്നു. ഹനുമാൻ ഭക്തൻ എന്ന് പറഞ്ഞ BJPയുടെ ഹിന്ദു രാഷ്ട്രീയത്തെ പിടിച്ചുകെട്ടിയ കെജ്രിവാളിനെ തളയ്ക്കാൻ ഡൽഹി തെരഞ്ഞെടുപ്പിൽ വർഗീയ ചർച്ചകൾ പോലും BJP ഒഴിവാക്കി. വികസനവും അഴിമതിയും ചർച്ചയാക്കി. ഇതിനൊപ്പം ന്യൂഡൽഹി മണ്ഡലത്തിൽ ജനകീയനായ സ്ഥാനാർത്ഥിയെയും നിർത്തി. കെജ്രിവാളിനെ തളർത്തിയത് BJPയിലെ ഡൽഹിയിലെ പുതുതാരോധയമാണ്. പേര് പർവേശ് ശർമ്മ. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ പ്രിയപുത്രൻ. തീവ്ര നിലപാടുകളിലൂടെ രാഷ്ട്രീയ ചർച്ചകളെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള പരിവാറുകാരുടെ പുതിയ നേതൃമുഖം. കെജ്രിവാളിനെ തളച്ച് പർവേശ് ശർമ്മ കരുത്തു കാട്ടുമ്പോൾ അത് BJPക്ക് നൽകുന്നത് ആഹ്ലാദമാണ്. ജാട്ട് വിഭാഗക്കാരനായ RSSകാരനാണ് അയാൾ. ന്യൂഡൽഹി നിയമസഭാ സീറ്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പർവേശ് ലീഡ് നേടിയിരുന്നു. പിന്നീട് കെജ്രിവാൾ മുന്നിലെത്തി. 6ാം റൗണ്ട് മുതൽ BJP സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റമായിരുന്നു. 11 റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് 3000 ആയതോടെ ആം ആദ്മി ക്യാമ്പിൽ നിരാശ വ്യക്തം. കെജ്രിവാളിനെ സാമാന്യം നല്ല മാർജിനിൽ തന്നെ ഡൽഹിയിലെ BJPയുടെ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ മുട്ടുകുത്തിച്ചു. ഡൽഹിയിലെ ഏറ്റവും ജനകീയനായ മുൻ പാർലമെന്റ് അംഗം എന്ന തിരിച്ചറിവിലാണ് കെജ്രിവാൾ എന്ന വൻമരത്തെ അരിഞ്ഞു വീഴ്ത്താൻ പർവേശ് ശർമ്മയെ തന്നെ BJP നിയോഗിച്ചത്. RSS നിർദ്ദേശമായിരുന്നു ഇക്കാര്യത്തിൽ പാലിച്ചത്. ഇത് ഫലത്തിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച അട്ടിമറി വിജയം നൽകുകയാണ്. പശ്ചിമ ഡൽഹിയിൽ നിന്നും 2 തവണ MP ആയ നേതാവാണ് പർവേശ് സാഹിബ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. ഡൽഹി നിയമസഭ പിടിക്കാനുള്ള RSS കരുതൽ അന്ന് തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. ആ കരുതലാണ് കെജ്രിവാളിനെ വീഴ്ത്തിയത്. തനിക്ക് വിലക്കേർപ്പെടുത്താൻ ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന പരസ്യ വെല്ലുവിളിയുമായി ചർച്ചകളിലെത്തിയ BJPയുടെ മുൻ MP ആണ് പർവേശ് ശർമ്മ. 2020 അരവിന്ദ് കെജ്രിവാളിനെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പർവേശ് ശർമ്മയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ നൽകിയിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പിൽ 4 ദിവസത്തെ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ നേതാവാണ് 5 കൊല്ലം കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയ പോരാട്ടത്തിൽ വെട്ടിവീഴ്ത്തുന്നത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആളിക്കത്തിച്ചായിരുന്നു പർവേശിന്റെ പ്രചരണം. ഇതിനു മുന്നിൽ കെജ്രിവാൾ വീണു. ഇനി അറിയേണ്ടത് ഈ നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയാകുമോ എന്ന് മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകന് RSS മനസ്സും അനുകൂലമാണ്. 1996 മുതൽ 1998 വരെ 2 കൊല്ലം ഡൽഹിയെ ഭരിച്ച സാഹിബ് സിംഗ് വർമ്മയുടെ മകനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തുറുപ്പുചീട്ട്. അത് BJPക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിലെ കാലുറപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഫലം നൽകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ദേശദ്രോഹി എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ സാധിക്കും. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഷഹീൻ ബാഗിലെ പ്രതിഷേധക്കാർക്കൊപ്പം നിലകൊള്ളാൻ ഡൽഹി മുഖ്യമന്ത്രി തയ്യാറല്ല. അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കണം. സ്വന്തം രാജ്യം ശത്രു രാജ്യത്ത് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ സംശയം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് തന്നെ വിളിക്കണമെന്നും പർവേശ് ശർമ്മ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ 2020 നടത്തിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറെ ചർച്ചയായിരുന്നു. ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമേ തന്നെ വിലക്കാൻ സാധിക്കൂ എന്നും പർവേശ് ശർമ്മ അവകാശപ്പെട്ടിരുന്നു. ഒടുവിൽ ഡൽഹി ജനതയുടെ മനസ്സ് പർവേശ് പിടിക്കുകയാണ്.